ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു കള്ളം പറഞ്ഞിട്ടാണ് പൃഥ്വിരാജിനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തന്മാരെന്നെ മണ്ടാ പൊട്ടാന്നൊക്കെ വിളിച്ചിട്ട് എടാ QR കോഡ് ഡിലീറ്റ് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ചീത്ത വിളിക്കുക. പൃഥ്വിരാജിന് വേണം നിന്റെ മോന്ത കാണാനാന്നോടോ ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കുക. എൻ്റെ കൂടെ കുന്തം പിടിച്ചോണ്ട് വേറെ ഒരുത്തനോടുണ്ടാകും. ഇറങ്ങി വാ. എന്ത് ഒരാള് വിളിക്കുന്നു. എന്തോ സാറേ സിനിമയിലൊക്കെ വൈറലായി. പക്ഷെ സിനിമയിൽ നമ്മൾ അഭിനയിച്ച ഭാഗമല്ല വന്നത്, കുന്തം പിടിച്ച ഭാഗമാണ് ഇപ്പോൾ കേരളം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചില ഓൺലൈൻ മീഡിയ പറയുന്നത് കുന്തം വെച്ച് ഞാൻ പൃഥ്വിരാജിനെ കുത്തി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. അല്ല, എന്തായാലും വൈറലായി. അതൊക്കെ പോട്ടെ. എന്തായാലും ഇരിക്കും സാറേ, ഇരുന്ന് നമുക്ക് സംസാരിക്കാം. എങ്ങനെയായിരുന്നു ഈ സംഭവം? ആക്ച്വലി ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയതാണ്. നമ്മുടെ കൊല്ലം അഡ്വഞ്ചർ പാർക്കിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ ആക്ച്വലി രാവിലെ ചെന്നപ്പോഴേ എന്നെ നായർ പടയാളീസാണ്. ഒരുപാട് ക്രൗഡായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് 4 പേര് ഈ ബാക്കിയുള്ളവരെ പീഡിപ്പിക്കുന്നതായിട്ടുള്ളൊരു രംഗമായിരുന്നു നമ്മുടെ പറഞ്ഞത്. അപ്പം ആ സമയത്ത് ഞാൻ വേറൊരു സിനിമയിൽ നമ്മുടെ സായർ പത്താൻ്റെ പടത്തിലൊരു IPS ഓഫീസറായിട്ട് ആക്ട് ചെയ്തായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ഡയമണ്ട് പോലൊരു സാധനം ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അത് ഷേവ് ചെയ്യാനായിട്ട് മേക്കപ്പ് മാൻ നമ്മളെ റൂമിലേക്ക് കയറ്റി. മേക്കപ്പ് മാൻ അബദ്ധത്തിലാണെങ്കിൽ ഷേവ് ചെയ്ത സമയത്ത് മീശ അങ്ങ് 1930 കഥാപാത്രമായിട്ട് അങ്ങ് ടിപ്പിക്കലി സത്യൻ്റെ കൂട്ടൊക്കെ അങ്ങ് കട്ട് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള നടന്മാരുടെ ഈ നായർ പടയാളീസിൻ്റെ കട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുന്നു. പുള്ളി പറയുന്നത് അവന് അബദ്ധം പറ്റി, അവൻ എന്തോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഞാനന്നേരം ഞെട്ടിപ്പോയി. എടാ, എൻ്റെ മീശയും പോയി. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ കഥാപാത്രമല്ല, എന്നെ ഒരു കുന്തവും പിടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് നിർത്തുക. പിന്നെ ക്യാമറയും ഇല്ല, നമ്മൾ അഭിനയമോഹമായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പം ക്യാമറയിൽ വരുന്നുമില്ല. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു. എനിക്കങ്ങ് വിഷമമായി, നിരാശയായി. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ പൃഥ്വിരാജ് അഭിനയിക്കാനായിട്ട് വന്നു. അന്നേരം ഞാൻ അറിയുന്നത് പൃഥ്വിരാജ് ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ഒളിച്ചും പാത്തും എന്നെയും വേറൊരു മല്ലനെ പോലെ ഒരു ട്രിവാൻഡ്രംകാരനെയും കൂടെ പിടിച്ച് പുള്ളി വരുന്നതിൻ്റെ എൻട്രൻസിൽ ആദ്യം നിർത്തി കുന്തം പിടിച്ച്. കുറേ കഴിഞ്ഞ് പുള്ളി വരുന്ന ടേക്ക് എടുത്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ ഒളിച്ചും പാത്തും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാറിയില്ല, നിങ്ങളെന്തോ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ വിളിക്കാം. അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം വീണ്ടും ഞാൻ കുന്തവും പിടിച്ചുകൊണ്ട് അങ്ങേ മൂലയ്ക്ക് ഇരുന്നപ്പം പൃഥ്വിരാജ് ഓരോ ടേക്ക് എടുത്തിട്ടും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ എനിക്ക് സംസാരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കുന്തം പിടിച്ചുകൊണ്ട് വേറൊരുത്തനോടുണ്ടാകും. അപ്പോൾ അയാൾ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പൃഥ്വിരാജിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, പൃഥ്വിരാജിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ യുവമാർ ഈ സെറ്റിൽ നിന്ന് ഇയാളെ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു കള്ളം പറഞ്ഞിട്ടാണ് പൃഥ്വിരാജിനോട് സംസാരിക്കുന്നത്. വൈറലായെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ അവസാനം വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാനില്ല. ഞാൻ തലേന്ന് രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് തിയേറ്ററിൽ എൻ്റെ മുഖം വരും, അതൊരു വീഡിയോ ആക്കാൻ ഞാനിങ്ങനെ ബേസാക്കി ഇങ്ങനെ വെച്ചു. അപ്പം തിയേറ്ററിൽ പടം മൊത്തം കണ്ടിട്ട് ഞങ്ങളുടെ സീനില്ല. അപ്പം എൻ്റെ കൂടെ ഉള്ളൊരു ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾക്ക് ക്ലോസ് അപ്പ് ഷോട്ട്സ് ഒക്കെ കിട്ടിയത്. അപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെ നടന്നിങ്ങോട്ട് വന്ന ഒരു സാഹിബിനെ വെടിവെച്ച് വന്നിട്ട് ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പം ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുക. ഒരു 10-13 പേര് കുറേ ടേക്കിന് മുട്ടുകുത്തി ഇരുന്നൊക്കെ മുട്ടം കിഴക്കും. അപ്പോൾ കുറേ നേരം പൃഥ്വിരാജ് നോക്കുമ്പോൾ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കണം. അപ്പം കരയാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ കൂടെയുള്ള സംഗീതം എന്ന് പറഞ്ഞ പയ്യൻ നന്നായിട്ട് കരഞ്ഞു. അവൻ്റെ ടേക്ക് കാണിച്ച് എല്ലാവരും ക്ലാപ്പ് അടിച്ചു. അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഷാൻ ആൻഡ്രൂസ് ബ്രോ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഷോട്ട് ഉണ്ട്. കാരണം ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഷാൻ ബ്രോയോട് ആക്ച്വലി കുന്തം പിടിച്ചുകൊണ്ടിരുന്ന സീൻ കാണത്തില്ല എന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതാണ്. അപ്പം എന്നെ സഹായിച്ചതാണ് ഷാൻ ബ്രോ. അദ്ദേഹം എനിക്ക് ആ ചാൻസ് തന്നു. അതിലുണ്ടാവുമെന്ന് എനിക്ക് പ്രോമിസും ചെയ്തു. അതാണ് വേറൊരു കാര്യം. അപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ട് ഒരു 5 ലക്ഷം പേര് അതങ്ങ് കാണുക ആദ്യമായിട്ട്. സംഭവം ഞാൻ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു സാധനം ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ തലേന്ന് ബുക്ക് ചെയ്തൊരു ടിക്കറ്റ്, അതും കോമഡിയാണ്. ടിക്കറ്റ് അങ്ങോട്ട് ഞാൻ ഡിജോ ജോസിൻ്റെ സംവിധായകൻ്റെ പരസ്യ ഇത് കാണുന്നു, ബുക്കിംഗ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ പെട്ടെന്ന് അതെടുത്തങ്ങ് ഷെയർ ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഓരോരുത്തന്മാരെന്നെ മണ്ടാ പൊട്ടാന്നൊക്കെ വിളിച്ചിട്ട് എടാ QR കോഡ് ഡിലീറ്റ് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ചീത്ത വിളിക്കുക. അപ്പോൾ ഞാനങ്ങ് എന്തോ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് അന്നേരം ക്യാൻസൽ ചെയ്ത ടിക്കറ്റ് ക്യാൻസൽഡാണ്. പക്ഷേ ഈ പോസ്റ്റ് അങ്ങ് വൈറലായി.
5 ലക്ഷത്തിൽ പരം പേര് ഈ പള്ളിച്ചട്ടമ്പിയുടെ ടിക്കറ്റ് തന്നെ കാണുക. ഈ പുറയുന്ന കുന്നം കൊണ്ട് കുത്തി എന്നൊക്കെ പറയുന്നത് പൃഥ്വിരാജിനെ. ഞാനങ്ങനെ കുത്തിയിട്ടില്ല. കുത്തിയ ജീവനോട് അവിടെ നിന്ന് വരാനും പറ്റത്തില്ല കേട്ടോ. ഞാൻ കുത്തിയില്ല. ഞാൻ തന്നെ ഓൺലൈനിൽ ആ വാർത്ത കണ്ടിട്ടേ ഞാൻ വിചാരിച്ചു എന്ത് വേണം. കാരണം നമ്മൾ പല സിനിമാക്കാരെ കുറിച്ച് പല ഗോസിപ്പും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടേ, കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം മനോരമ ഓൺലൈനിൽ ഈ ന്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമം തോന്നിയത്, കുറച്ചുകൂടെ ഗ്ലാമർ പടം കിട്ടില്ലല്ലോ. ഇത് ചിലർ പറയും ബംഗാളിയാണെന്നതാണ്, നിന്റെ മോൻ കാണിച്ചാലും മതി. പൃഥ്വിരാജിന് വരാൻ നിന്റെ മോൻ കാണാനാണെന്നോടാ ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പം നമുക്ക് ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, സിനിമ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് കൂടെ അങ്ങ് പോകും. അതാ വേറെ യാഥാർത്ഥ്യം. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, ദൈവമേ നമ്മൾ എത്രയോ സ്റ്റൈലായിട്ട് പല കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നു, അല്ലെ ഫോട്ടോ ഇടുന്നു, ഇതൊന്നും ആരും നോട്ട് ചെയ്യാറില്ല, അല്ലെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ അത്രയും ഇത് വൈറലാവുമെന്ന് അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എഴുതി വെക്കാമല്ലോ. ഞാനൊന്ന് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എഴുതി വെക്കാം, അല്ലെ ഞാൻ ടീച്ചർ, അല്ലെ ഏതാന്നൊക്കെ എനിക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഞാൻ അന്നേരം ചിന്തിച്ചത് എൻ്റെ ഒരു മനോവിഷമം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഒരു 3/4 മണിക്കൂർ ഞാൻ സത്യം പറഞ്ഞാൽ വേർത്തങ്ങ് കുളിച്ച് നമ്മുടെ മാളിൻ്റെ താഴെ പാർക്കിങ്ങിൽ വന്ന് കുറേ എല്ലാവരും പറഞ്ഞായിരുന്നല്ലേ ഈ സിനിമയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പള്ളിയിലെ എൻ്റെ പഴയൊരു വർഗീസ് സാറൊക്കെ, എൻ്റെ പള്ളിയിലെ വർഗീസ് സാർ ആ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പോപ്കോൺ കഴിച്ചിട്ട് ഇച്ചിരി ജാടയിൽ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരും, ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ തലേന്ന് എന്നെ ഈ ടിക്കറ്റ് കണ്ടിട്ട് ഒരുത്തൻ എന്നെ കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചതാണ്, ഞാനുണ്ട് എന്ന് പറഞ്ഞു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ഈ പടത്തിനില്ല, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൂടെ അങ്ങ് പോയെന്നുള്ളത്. ആ മൊമെൻറ്റിലിരുന്ന് നമ്മളങ്ങ് ഉരുകി ഇല്ലാതായി തീരും. കാരണം എൻ്റെ ഇങ്ങനെ അവസരം തന്ന അവർക്ക് ഒരു നന്ദിയില്ലേ? അല്ല, തീർച്ചയായും അല്ല. നമുക്ക് ഈ അവസരം തന്ന പ്രതീഷ് എന്ന് പറയുന്ന കോർഡിനേറ്ററാണ് സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചത്. അപ്പോൾ പുള്ളിയോട് എനിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പുള്ളി ഈ പോസ്റ്റ് കണ്ടിന് മേലെ എന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ ഒരുത്തൻ ഇങ്ങനൊരു പോസ്റ്റ് കേരളം മൊത്തം വൈറലാവുന്നത്. എന്തായാലും പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ആ സിനിമ കാരണമാണ് സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ വന്ന് കുന്തം പിടിച്ചതുകൊണ്ട് മാത്രമാണ് മനോരമ ഓൺലൈനിൽ ഇത്രയും വൈറലായത്. ആദ്യമായിട്ട് കേരളത്തിൽ മൊത്തം വൈറലായി. എന്നെ പല സുഹൃത്തുക്കൾ വിളിച്ചു. അതുകൊണ്ട് ശ്രീ ഡിജോ ജോസിനോടും എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനോടും, എസ്പെഷ്യലി ഷാൻ ആൻഡ്രൂസ് ബ്രോയോടും എല്ലാവരോടും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ടോവിനോ, പിന്നെ പൃഥ്വിരാജ്, എല്ലാ നടന്മാരോടും പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളോടുള്ള ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും സിനിമയിൽ നല്ല അവസരങ്ങൾ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയാണ് ആ വൈറൽ ന്യൂസ് കൊണ്ട് മാത്രം. താങ്ക് യു സാർ.